അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ,
പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തും മൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളും. ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം പരിക്കും. കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവേ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വരം നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ 5 വചനം എടുത്തായിരുന്നു. നമുക്കതൊന്നിലെടുക്കാം. മർക്കോസ് 1:45. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട വചനം അറിയാം, തങ്ങി എന്നുള്ള വാക്കാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് എന്താണ്? ഒരു വഴി അടഞ്ഞെന്ന് കണ്ടാൽ, അല്ല അവിടെ കലുഷിതമാണെന്ന് കണ്ടാൽ കർത്താവ് വേറെ വഴിയെ പോകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ കുഷ്ഠരോഗി സുഖപ്പെട്ടപ്പോൾ അവനോട് പറഞ്ഞായിരുന്ന കർത്താവ്, ആരോടും ചെന്നൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ അണ്ണൻ പോയി എല്ലാവരോടും പറഞ്ഞ്. അത് കാരണം യേശുവിനെ പരസ്യമായിട്ട് നടക്കാൻ പറ്റുന്നതിനല്ല, യേശുവിനെ ശത്രുക്കൾ യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ശത്രുപാളയത്തിൻ്റെ മണം വന്നപ്പോൾ യേശു എന്ത് ചെയ്ത്? പിന്നെ പ്രൊസീഡ് ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്ത്? അവൻ വിജനപ്രദേശത്ത് തങ്ങി എന്നാണ് പറയണത്. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. അത് ഒരേ സമയം തന്നെ ദൈവസന്നിധാനമാണ്. ദൈവസന്നിധാനത്തേക്ക് അവൻ തങ്ങുകയാണ്. നമുക്ക് ചുറ്റും വിഷയങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ നമുക്ക് തങ്ങേണ്ടി വരും കർത്താവിൻ്റെ അടുത്ത്. പിന്നെ മുന്നോട്ട് പോകരുത്. ഇപ്പം കേസ് കൊടുക്കേണ്ട കേസാണെങ്കിലും ഇപ്പം ഞാൻ ചിലരോടൊക്കെ പറയും, കേസ് കൊടുക്കേണ്ട, വരട്ടെ, വെയിറ്റ് ചെയ്യും, പ്രാർത്ഥിക്കെന്ന് പറയും. എന്താ കാര്യം? ഇപ്പോഴും നമ്മൾ ഈ കേസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വികാരം കൊണ്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ ഇപ്പോഴത്തെ വികാരമാണത്. അപ്പോൾ നമ്മൾ ആ ഒരു അരിശത്തിൽ പോയി അറ്റിച്ചടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കേസ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ സമയത്ത് കേസ് പിൻവലിക്കാൻ തോന്നും. കാര്യം നമ്മൾ അറിയാതെ നമ്മുടെ വക്കീൽ തന്നെയായിരിക്കും അപ്പുറത്തെ വക്കീലും, അല്ലെങ്കിൽ നമ്മുടെ വക്കീലും, നമ്മുടെ വാദിയാണെങ്കിൽ പ്രതിഭാഗം വക്കീലും ഈ നമ്മുടെ വക്കീലും കൂടി ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരായിരിക്കും. ഇവന്മാർ തമ്മിലുള്ള യുദ്ധമല്ലേ കോടതിയിലെ. അപ്പോൾ അവർ എന്ത് ചെയ്യും? അവർ 10 പൈസ ഇവരിൽ നിന്ന് 2 പേരിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആ സംഭവം അവസാനം കൊണ്ട് കോംപ്രമൈസ് ആക്കും. എന്നാൽ പിന്നെ ഇത് ആദ്യം ചെയ്യാൻ പാടില്ലേ, അത് ചെയ്താൽ അവർക്ക് കാശ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യരുത്. ഇപ്പം നമ്മൾ പറയത്തില്ല, എല്ലാവരും പറഞ്ഞില്ലേ, ട്രാഫിക് ലോ ഇല്ലേ, സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ് എന്ന്. ട്രാഫിക് ലോ ആണത്. ഒരു റോഡ് കവർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. വന്നവരെ അങ്ങോട്ട് കയറി പോകരുത്. ചിലപ്പോൾ ഇടികൊണ്ട്, ചിലപ്പോൾ ചമ്മന്തി പരുവത്തിലാവും. അത് സ്റ്റോപ്പ്, പിന്നെ എന്ത് ചെയ്യണം? ലുക്ക്, പിന്നെ എന്ത് ചെയ്യണം? പ്രൊസീഡ്. അങ്ങനെ അത് ട്രാഫിക് ലോ അല്ലേ. പക്ഷേ ബൈബിളിൽ ലോ ലുക്കില്ല എൻ്റെ അകത്ത്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയും ഹാൾട്ട് എന്ന് പറയും. അതാണ് തങ്ങുക എന്ന് പറയുന്നത്. സ്റ്റോപ്പ്, ഹാൾട്ട് ആൻഡ് പ്രൊസീഡ്. ഹാൾട്ട് എന്നാണ് പറയണത്, അല്ലാതെ ലുക്ക് എന്നല്ല പറയണത്. ലുക്ക് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് നോക്കി വണ്ടി ചാടി പോകും, അതല്ല. ഹാൾട്ട്.
കാരണം നീ അങ്ങോട്ട് ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം നീയല്ലേ പോണത്. റോഡ് ക്രോസ് ചെയ്യണമല്ല ലക്ഷ്യം. റോഡ് ക്രോസ് ചെയ്തിട്ട് നീ എന്ത് ചെയ്യും എന്നുള്ളതാണല്ലോ ലക്ഷ്യം. റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു മാർഗം മാത്രമല്ലേ. റോഡ് എന്തിനാണ് അപ്പുറത്ത് ചെല്ലണത്, അതല്ലേ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ പറയും സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ് അല്ല, സ്റ്റോപ്പ്, ഹാൾട്ട് ആൻഡ് പ്രൊസീഡ്. ചില സമയത്ത് ഹോൾട്ട് ചെയ്യണം, കേസൊന്നും കൊടുക്കേണ്ട, അവിടെ നിൽക്കാൻ പറയണം, നിൽക്കട്ടെ, എന്നിട്ട് പ്രെയർ ചെയ്യണം, എംപവർ ചെയ്യണം, നമ്മളെ തന്നെ എംപവർ ചെയ്യണം. പിന്നെ നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ കർത്താവ് ഫീൽഡിൽ വരണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ദൈവം പണ്ടുപോലെ വാദിക്കുന്ന ആളാണ്, തൻ്റെ മക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്. അപ്പം നമ്മളെന്ത് ചെയ്യണത്, തൻ്റെ മക്കളായിരിക്കാൻ വേണ്ടിയുള്ള യോഗ്യത നേടാൻ വേണ്ടിയാണ് നമ്മളെ തന്നെ ഒരുക്കുന്ന സുവിശേഷ വിഹിതമായിട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. എൻ്റെ പേര് ജസീന്ത, തൃശ്ശൂർ ജില്ലയിലെ കൂനമുച്ചി ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ആഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ആദ്യത്തെ നിയോഗം എൻ്റെ ഈ മകന് വേണ്ടിയിട്ടായിരുന്നു. അവന് വിദേശത്തൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു. ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ അവന് ആദ്യം കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ജോലി ലഭിച്ചു. പക്ഷെ അവൻ പഠിച്ച ജോലി ആയിരുന്നില്ല. അപ്പോൾ വീണ്ടും ഞാനും മകനും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മകന് ഖത്തറിൽ ഷിപ്പ് യാർഡിൽ നല്ലൊരു ജോലി ലഭിച്ചു. രണ്ടാമത്തെ നിയോഗം ഇളയ മകൻ മെൽവിന് വേണ്ടിയിട്ടായിരുന്നു. അവനും വിദേശത്തൊരു ജോലിക്ക് വേണ്ടി തന്നെയായിരുന്നു. ആദ്യം അവന് ഖത്തറിൽ ഒരു 4 മാസത്തേക്ക് ജോലി ലഭിച്ചു. പിന്നീട് കഴിഞ്ഞ വർഷം ജപമാല റാലിയിൽ ഞങ്ങൾ പങ്കെടുത്തു. ഞാനും ഇളയ മകനും കൂടി പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഖത്തറിൽ അവന് ജോലി ലഭിച്ചു. മൂന്നാമതായിട്ട് അനുജത്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൾക്ക് യൂട്രസ് എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പറേഷൻ്റെ സമയത്ത് അവൾക്ക് പ്രഷർ കൂടുകയും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ ഓപ്പറേഷൻ മാറ്റി വയ്ക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. അതിനുശേഷം ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രഷർ കുറയുകയും ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കാനും സാധിച്ചു. പിന്നീട് അവൾക്ക് ബ്ലീഡിങ് ഉണ്ടായതിനെ തുടർന്ന് യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. പിന്നീട് അവൾക്ക് ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഹാർട്ടിൻ്റെ അസുഖത്തിന് ആൻജിയോഗ്രാം കഴിഞ്ഞിട്ട് ബ്ലഡ് കോട്ടാവാതിരിക്കാനുള്ള ഒരു ഗുളിക ദിവസം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗുളിക കഴിക്കുമ്പോൾ വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് വീണ്ടും ബുദ്ധിമുട്ടിലായി. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ തൈലം പരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ മരുന്ന് ഡോക്ടർ നിർത്താൻ പറഞ്ഞു. പിന്നീട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുടെ മകൾ IELTS എഴുതി തോറ്റിരുന്നു. അപ്പോൾ അവൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പത്രം കൊടുക്കുകയും കാശുരൂപം മാതാവിൻ്റെ ഫോട്ടോയും കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അവൾ IELTS പാസ്സായി. കൂടാതെ ഉടമ്പടിയിൽ വയ്ക്കാത്ത ധാരാളം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവ് ഈശോ വഴി തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ആദ്യം തന്നെ ഈ സാക്ഷ്യം ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് നിയോഗം തന്ന യേശുവിനും മാതാവിനും എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യം തുടങ്ങട്ടെ. ഞാനിവിടെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ശക്തമായ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അത് എനിക്ക് ഛർദിൽ, നെഞ്ചുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടാകുകയും എൻ്റെ പേര് ലീലാവതി. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുകയും ഞാൻ ആ അസുഖവും വെച്ച് ഞാൻ സ്കൂളിൽ ലീവില്ലാത്തത് കാരണം സ്കൂളിലേക്ക് പോകുന്നു. അവിടെ പോയി ഞാൻ ഛർദിലും പനിയുമായി വിറയലുമായിട്ട് അവിടെ കിടന്നു. അപ്പോൾ സഹപ്രവർത്തകരല്ല എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പനിയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ വൈകുന്നേരം വരെ ഞാൻ അവിടെ കഴിച്ചുകൂട്ടി. വേഗം തന്നെ സ്കൂളിൽ ബെല്ലടിച്ചപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വേഗം എത്തുകയും വേഗം ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിച്ച് ഞാൻ കട്ടിലിൽ കിടന്നു.
അപ്പോൾ എനിക്ക് തിരിയാനും വയ്യ, മറിയാനും വയ്യ. എൻ്റെ ശരീരം വളരെ മുറുകുന്നു, വേദനിക്കുന്നു. എനിക്ക് അറ്റാക്ക് ഉണ്ടായി, ഞാൻ ഉടനെ മരിക്കുമോ എന്ന ഭയം എനിക്കുണ്ടാകുന്നു. എനിക്കൊരു മോനാണുള്ളത്. ആ മോനെക്കുറിച്ച് മാത്രമാണ് എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത്. ഇനി അവൻ ഒറ്റപ്പെടില്ലേ ഞാൻ പോയി കഴിഞ്ഞാൽ. ആ സമയത്ത് അനീത്തി വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുന്നു. ആ വാട്സപ്പ് എന്താണെന്ന് ഞാൻ അനീത്തിയോട് തിരിച്ച് ഞാൻ വിളിച്ചു ചോദിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് ആലപ്പുഴ കലവൂർ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഉള്ള ഒരു വ്യക്തിയുടെ സാക്ഷിയാണ്, അതൊന്ന് നീ കേൾക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാക്ഷി ഞാൻ കേട്ട് ഉറങ്ങി. ആ സാക്ഷ്യം കേട്ട് ഉറങ്ങി. ആ നിദ്രയിൽ ഞാൻ ഇവിടെ ഈ അൾത്താരയിൽ ഈ മാതാവും യേശുവപ്പനും എങ്ങനെ ഇരിക്കുന്നുവോ ആ രൂപത്തിൽ ആ തിരമാലയും മാതാവിൻ്റെ വിശ്വരൂപങ്ങളുമായിട്ട് ഞാൻ കാണുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. മാതാവ് വന്ന് എന്നെ വളരെ ആശ്വസിപ്പിച്ചുകൊണ്ട് എൻ്റെ നെറ്റിയിലും നെഞ്ചിലും എൻ്റെ കൈകളിലും എല്ലാം പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറുന്നു. എൻ്റെ ശരീരം മുറുകൽ മാറി. എൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം എനിക്ക് നിർവഹിക്കാനായി. അതോടുകൂടി എനിക്ക് അസുഖത്തിൻ്റെ തീവ്രത കുറഞ്ഞു വന്നു. ഞാൻ ഈ വിവരം ഉടനെ തന്നെ ഞാൻ അവളെ വിളിച്ചറിയിച്ചു. എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി, ഒരു ദർശനം ഉണ്ടായി, ഇതുപോലെ തന്നെയാണോ അവിടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ടില്ല, ഞാൻ സാക്ഷിയിൽ കണ്ടതാണ്, ഇതുപോലെയാണ് അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വിശ്വാസമായി. ഞാൻ അപ്പോൾ പറഞ്ഞു, അവൾ ഉടമ്പടി എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഉടനെ തന്നെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 2022 നവംബർ 29 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ച പല കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. അതിൽ ഒരു നിയോഗം, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ്, എൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പല തവണകളായി എഴുതി. അതിൽ KER എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഞാൻ എഴുതി. പക്ഷേ ഞാൻ അതിൻ്റെ റിസൾട്ട് അനിയത്തിയോട് പറഞ്ഞു, ഞാൻ തോറ്റു പോകുന്നു. അപ്പോൾ പറഞ്ഞു, നീ അവിടെ പോയിട്ട് റിസൾട്ട് വിളിച്ച് ചോദിക്ക്, അപ്പോൾ മാതാവ് നിനക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതുപോലെ അവിടെ നിന്നൊന്നും വിളിച്ച് ചോദിച്ചില്ല. ഇവിടെ വന്ന് ഇരുന്നു കൊണ്ട് ആ സമയമായപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു. ഒരു 3 മണി സമയത്താണ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഫെയിലായി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിശ്വാസം കൈവിട്ടില്ല. എന്നെ പരീക്ഷിക്കുമെന്ന് ആണെന്ന് കരുതി ഞാൻ വീണ്ടും അടുത്ത ആ ടെസ്റ്റ് തന്നെ വീണ്ടും എഴുതാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഓൺലൈനായി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ടെസ്റ്റ് പാസ്സായല്ലോ, ഇനി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു ടെസ്റ്റും കൂടെ എൻ്റെ കയ്യിൽ വന്ന ഒരു തെറ്റ്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് KSR പാസ്സാവാനുണ്ട്. അത് ഇതുപോലെ ഇവിടെ വന്ന് പിന്നെ വിളിച്ച് ചോദിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എങ്കിലും ഞാൻ അവിവേകം കാണിച്ച വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വിളിച്ച് ചോദിച്ചു. പക്ഷെ അത് ഫെയിലായെന്ന് പറഞ്ഞു. ഇനി മാതാവ് അതിലും അത്ഭുതം പ്രവർത്തിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും എനിക്ക് വ്യക്തമായ ശക്തമായ ഉറപ്പും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് ആണ് ഞാൻ നടക്കുന്നത്. ഞാൻ ചെറുപ്പം തൊട്ടേ ഞാനൊരു മാതാവിൻ്റെ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അന്ന് തൊട്ടേ മാതാവ് എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് പലതവണ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഞാൻ മുരിങ്ങൂർ ധ്യാനം കൂടാൻ എന്നെ പറഞ്ഞു വിട്ടു. പക്ഷെ അവിടെ നിന്നും എനിക്ക് പറ്റിയില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉടനീളവും എന്നെ പുറകിൽ വന്ന് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ള ഒരു സഹപ്രവർത്തക HM ആയിരുന്നു. അവരുടെ മോൾക്ക് എൻ്റെ സ്കൂളിലെ HM, അപ്പോൾ അവരുടെ മോൾക്ക് ഒരു ജോലിയുടെ കിഫ്ബിയിൽ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ 12 പേരെയാണ് അന്ന് 500 പേര് ഇൻ്റർവ്യൂവിന് വന്നതിൽ 12 പേരെയാണ് സെലക്ട് ചെയ്തത്. അതിൽ ഇവരുടെ മോളും ഉണ്ടായിരുന്നു. അതെൻ്റെ നിയോഗത്തിലെ വേറൊരു ഇതായിരുന്നു. അതേപോലെ സ്കൂളിൽ എനിക്ക് പല പ്രശ്നങ്ങളും നേരിട്ടു. പലതരത്തിലുള്ള അവഗണന എനിക്ക് നേരിടേണ്ടി വന്നു. അതിൽ എന്നെ PSC ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു അനുഭവമായിരുന്നു. HM എന്നെ PSC ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ എൻ്റെ മാതാവ്, എൻ്റെ യേശുവപ്പൻ എന്നെ ഈ കേരളത്തിലെ KPSC ഓഫീസിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ 10 എക്സാമിനർമാരെയാണ് നിയോഗിച്ചത്. അതിൽ ഒരാളായിട്ട് എന്നെ നിയോഗിച്ചുകൊണ്ടുള്ള സെലക്ഷൻ പേപ്പർ സ്കൂളിലെത്തി. അങ്ങനെ എന്നെ
ദൈവത്തിൻ്റെ കൃപ എന്നിൽ ചൊരിയുകയുണ്ടായി. എൻ്റെ വീട്ടിൽ കുറേ പ്രതികൂല സാഹചര്യങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ആ അനുഭവത്തിനെല്ലാം ദൈവം വ്യക്തമായ മറുപടി കൊടുക്കുകയുണ്ടായി. അതുപോലെ ഒരു ബാങ്കിൽ എനിക്ക് ലോൺ കിട്ടുന്നില്ല. അതിന് കാരണം എനിക്ക് സിബിൽ പ്രശ്നമായിരുന്നു. 2 റിക്കവറി ഉണ്ടായിരുന്നു. ആ റിക്കവറി പൂർത്തിയാക്കാൻ വേണ്ടി എൻ്റെ സഹപ്രവർത്തകയായി നിന്ന എൻ്റെ HM 3.5 ലക്ഷം രൂപ തന്ന് ആ റിക്കവറി ക്ലോസ് ചെയ്യാൻ ഞാൻ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. ഈ ലോൺ കൊണ്ടുപോയി ക്ലോസ് എന്ന് പറഞ്ഞു. അത് കൊണ്ടുപോയി ഞാൻ വാങ്ങിക്കൊണ്ടുപോയി അത് ക്ലോസ് ചെയ്തു. എനിക്ക് SBI മാനേജർ എന്നെ വിളിച്ച് ഉടനെ തന്നെ എനിക്കൊരു ലോൺ പാസ്സാക്കി തന്ന് ഈ 3.5 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കൊടുക്കാൻ എൻ്റെ മാതാവും യേശുവപ്പനും എന്നെ സഹായിച്ചു. അതുപോലെ എൻ്റെ വീട്ടിലെ കിണറിൽ 2 വർഷമായി വീട്ടിലെ കിണറിൽ എപ്പോഴും പുഴുവാണ്. ചില സമയത്ത് കറുത്ത പുഴുവായിരിക്കും, ചില സമയത്ത് ചുമന്ന പുഴുവായിരിക്കും. ഈ അടുത്ത ഒരാഴ്ച മുമ്പ് വരെ ഈ വെള്ളത്തിൽ തുണി കെട്ടിയാണ് ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഞാൻ ഉപ്പ് വെള്ളം കലക്കി ഒഴിച്ചു. ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങോട്ട് വരണു എന്ന് അറിഞ്ഞതോടുകൂടി ഒരാഴ്ച കൊണ്ട് എൻ്റെ വീട്ടിലെ വെള്ളം ശുദ്ധമായിട്ട് അതിലൊരു കരട് പോലും ഇല്ലാതെ നല്ല ശുദ്ധമായ വെള്ളമാക്കി മാതാവും യേശുവപ്പനും കൂടെ കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ഇടവക സെൻറ്റ് മാത്യൂസ് ചർച്ച് വെണ്ണലയാണ്. എൻ്റെ പേര് ജോസഫ് ഷാജി കണ്ണമ്പുഴ വർക്കി. എൻ്റെ വൈഫിൻ്റെ അമ്മ മേരി മാത്യൂസ് നമ്പ്യാപറമ്പിൽ. എൻ്റെ വൈഫിൻ്റെ പേര് രാജ്യ മാത്യു നമ്പ്യാപറമ്പിൽ. എനിക്കൊരു മോനുണ്ട്, അവൻ്റെ പേര് ജോർജ് ജോസഫ് എന്നാണ്. ഞങ്ങളും കുടുംബവും 10-23 വർഷമായിട്ട് ദുബായിലായിരുന്നു. ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മച്ചിയാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ 2019 പെട്ടെന്ന് ഞാനിവിടെ വരുന്നത് അച്ഛനെ ധ്യാനത്തിന് വേണ്ടി ഷാർജയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ പ്രീച്ചിങ് മിനിസ്ട്രിയുടെ ഗോസ്പൽ മിനിസ്ട്രിയുടെ ലീഡറായിരുന്നു. അപ്പോൾ അച്ഛനെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴേക്കാണ് അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ സെക്രട്ടറി പറഞ്ഞു ഓക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കൊറോണ വ്യാപിച്ച് അങ്ങനെ ധ്യാനമൊക്കെ അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ അമ്മച്ചിക്ക് ഇവിടെ കൊറോണ പിടിവിട്ടായിരുന്നു. കൊറോണയുടെ ഭാഗമായിട്ട് എൻ്റെ ജോലി അവിടെ നഷ്ടപ്പെടുകയും ഞാനിവിടെ തിരിച്ചു വരികയും ഞങ്ങൾ കുടുംബമായിട്ട് തിരിച്ചു വരികയും പക്ഷേ ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന ആദ്യമേ മോൻ്റെ ഒരു MBBS അഡ്മിഷന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു. അപ്പോൾ കൊറോണ വന്നപ്പോൾ ഇവിടെ വന്ന് അവൻ എക്സാമൊക്കെ എഴുതി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അമ്മച്ചിക്ക് അങ്ങനെ കൊറോണ വന്ന് ഹോസ്പിറ്റലായപ്പോഴേക്കും സീരിയസ് എന്ന് വേണമെങ്കിൽ പറയാം. ലാസറിൻ്റെ ജന്മം പോലെ 2ാമത്തെ ജന്മമാണ് ഇപ്പോൾ അമ്മച്ചിക്ക് ഈശോ പരിശുദ്ധ അമ്മ വഴി നൽകിയത്. ഉടമ്പടിയിലെടുത്ത ഉപ്പും ഞാൻ ഫുൾ സ്യൂട്ട് ഇട്ട്, നിങ്ങൾക്കറിയാലോ കൊറോണയിൽ ICU സ്യൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഫുൾ സ്യൂട്ട് ഇട്ടിട്ട് പോകും. പക്ഷെ ഞാൻ ആരും അറിയാതെ ഉപ്പും ഈ എണ്ണയമ്മ ഡോക്ടർ അവിടുത്തെ CMO ചീഫ് മെഡിക്കൽ ഓഫീസർ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അദ്ദേഹം എൻ്റെ ബ്രദർ ഇൻ ലോയിനെ അതായത് അമ്മച്ചിയുടെ മകനെ വിളിച്ചിട്ട് ദുബായിൽ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന് അമ്മയെ കണ്ടോളൂ, ദർ ഇസ് നോ ചാൻസ് അറ്റ് ഓൾ. 100% പുള്ളി അങ്ങനെ തന്നെ പറഞ്ഞത്, വന്ന് കണ്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞായിരുന്നു, ഞാൻ അമ്മയുടെ ഒരു ഡിവോട്ടിയാണ്, എന്തായാലും ഞാനാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് ആസ്റ്ററിൽ, എനിക്ക് എൻ്റെ അമ്മച്ചിയെ എൻ്റെ പരിശുദ്ധ അമ്മ തിരിച്ചു തരും എന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. ഞാനെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ പോകുമ്പോൾ ഈ തൈലം എടുത്ത് ICUലായിരിക്കുമ്പോഴേക്കും എന്നെ മാത്രമേ അകത്ത് കയറ്റത്തുള്ളൂ. ആരും അറിയാതെ തൈലമെടുത്ത് അമ്മച്ചിയുടെ ചെസ്റ്റിൽ, അമ്മച്ചിക്ക് ബോധമൊന്നുമില്ല, ചെസ്റ്റിൽ ഞാൻ പുരട്ടുമായിരുന്നു. പുരട്ടിയിട്ട് അവിടെ നിന്ന് ഞാൻ ഇടയ്ക്ക് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കും. അവർ പെട്ടെന്ന് വന്ന് എന്നെ പിടിച്ചു. അവർ പറഞ്ഞ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, നിങ്ങളിവിടുത്തെ കാര്യങ്ങളൊക്കെ പുറത്തു പോകും, അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പാടില്ലെന്ന്. പക്ഷേ ഞാൻ തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും 1 മാസത്തോളം അമ്മച്ചി ഫുൾ ബെഡ് റിഡനായിട്ട് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പിന്നീട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞതെല്ലാം കഴിഞ്ഞു. അച്ഛൻ അപ്പോൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ICU എല്ലാം ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം കഴിഞ്ഞു, നമുക്ക് സാധാരണ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി ഞാനും എൻ്റെ വൈഫും കൂടിയാണ് അമ്മച്ചിയെ ശുശ്രൂഷിച്ചത്. ഞങ്ങളെല്ലാ ദിവസവും അവിടെ TV-യിൽ ഞങ്ങൾ കൃപാസിൻ്റെ പ്രാർത്ഥനയും ധ്യാനവും എനിക്ക് അച്ഛനെ വലിയ ഇഷ്ടമാണ്.
കാരണം ഞാൻ ധ്യാനം പ്രസംഗിക്കുമ്പോൾ അച്ഛൻ പറയുന്ന പല കാര്യങ്ങളും ഉടമ്പടി പ്രകാരം ചെയ്യേണ്ടതാണ്. എല്ലാവരും ധ്യാനം കൂടി നമ്മൾ ഭാഗികമായ ഭൗതികമായ അനുഗ്രഹങ്ങൾ തേടി പോകുന്നല്ലാതെ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്തു പ്രവർത്തിച്ചു? ഒന്നും ചെയ്യത്തില്ല. കൂടി വന്ന് നമുക്ക് കിട്ടുന്ന ദശാംശം കൊടുക്കും, കുറച്ച് ബൈബിൾ വിതരണം. പക്ഷേ എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പലരും എന്നോട് വന്ന് ബന്ധക്കോസ്തുകാർ, നിങ്ങളെന്തിനാ അമ്മയെ ആരാധിക്കും? ഞങ്ങൾ പ്രീച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ചോദിക്കും. അങ്ങനെ അമ്മയെ ഞങ്ങൾ 1 മാസം ശുശ്രൂഷിച്ച് അവിടുന്ന് അമ്മച്ചിയെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ പയ്യെ നടത്തി ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു. പഴയ രീതിയിൽ ദൈവം ഞങ്ങൾക്ക് അമ്മച്ചിയെ തിരിച്ചു തന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതിനോടൊപ്പം തന്നെ എൻ്റെ മോൻ്റെ MBBS അഡ്മിഷന് വേണ്ടി അവനൊരു കൂട്ടുകാരൻ പുറത്ത് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ മാർക്ക് കുറവായിരുന്നു, 450 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടാൻ സാധ്യതയില്ല, കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പുറത്ത് യൂറോപ്പിലോ വല്ല ജോർജിയയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കും. മാതാവിനോട് എഴുതി വെച്ചപ്പോൾ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു കോളേജിൽ അവന് ഇവിടെ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവനവൻ്റെ കൂട്ടുകാരനും പുറത്ത് ഒരുമിച്ച് പോകുന്നതിന് ഇപ്പം അങ്ങനെ തീരുമാനിച്ച് ജോർജിയയിൽ പോകുന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരന് NRE കോട്ടയിൽ കിട്ടി. പക്ഷേ NRE കോട്ടയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫീസ് എന്തായാലും 1 crore എബവ് വരും. അപ്പോൾ അത് എന്നിൽ നിന്ന് അദ്ദേഹം എൻ്റെ ഉണ്ടായിരുന്നു 80-90 lakhs ഉണ്ടായിരുന്നു. പക്ഷേ അത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇടവകയിൽ അച്ഛൻ ഒരു മോനല്ലേ കൊടുക്കടാന്നൊക്കെ അപ്പം എന്നോട് പറഞ്ഞു. അങ്ങനെ ഓക്കെ ഞാനും പറഞ്ഞു. അങ്ങനെ ഫാദർ മുള്ളർ കോളേജിൽ സ്ട്രേ റൗണ്ട് എന്ന് പറയും, അതായത് അവസാനത്തെ റൗണ്ടിൽ അവസാനിക്കണേണ്. അപ്പോൾ ആ ഒരു ദിവസം എല്ലാ കോളേജുകാരും വിളിക്കും. അപ്പം അന്ന് നമുക്ക് ആരും വരാത്ത ആൾക്കാരുടെ വാക്കൻസിനെ നമ്മൾക്ക് കയറ്റിവിടും. അങ്ങനെ ഞാൻ ഫാദർ മുള്ളിൽ വന്നപ്പോൾ അജിയച്ചനെ കണ്ടു. അച്ഛൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എത്ര കൊടുക്കുമെന്ന് എങ്ങനെയാണ് ചോദിച്ചു. പറഞ്ഞു ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നോക്കട്ടെ 1 crore അടുത്ത് വരും, എന്തായാലും ഇവിടെ 1.5 ആണ്, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം മോന് പേടി കിട്ടുമോ. അപ്പോൾ അടുത്ത കോളേജുകാരൊക്കെ വിളിക്കുന്നുണ്ട്, AJ കോളേജ് വിളിക്കുന്നുണ്ട് വരാനൊക്കെ. പക്ഷേ ഞങ്ങൾ പോകാതെ അവിടെ തന്നെ ഇരുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ ഇത് അമ്മയോട് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ നൊവേനൊക്കെ ചൊല്ലി ഫുൾ ഫാസ്റ്റിങ്ങിൽ അവിടെ ഇരിക്കുമ്പോഴേക്കും അന്ന് രാത്രി 12 മണിയോടെ തീരും. പക്ഷേ അവിടെ സൈറ്റ് ഓപ്പണായത് അന്ന് കിട്ടിയത് രാത്രി 11 മണിയായപ്പോഴാണ് കിട്ടിയത്. ആദ്യം 2-3 ഇതെല്ലാം കയറ്റി യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം. മാർക്ക് ലിസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു നോട്ട് വരുമ്പോൾ നമുക്ക് ചെക്കെല്ലാം വാങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് അവിടെ ഇരുന്ന് എൻ്റെ ലേഡിയെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞു. 11:30 വേദന ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങി, യൂണിവേഴ്സിറ്റി അവൻ്റെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി, എല്ലാം കൗൺസിൽ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം പിടിപിടിന്ന് അവർ ചെയ്തു. 11:50 ആയപ്പോഴേക്കും ഞാൻ ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ലാസ്റ്റ് എൻ്റെ മോൻ്റെ അഡ്മിഷൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും 12 മണിയായപ്പോഴേക്കും ആ സൈറ്റ് ക്ലോസായി. പിന്നെ അഡ്മിഷൻ ആർക്കും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അവസാനം ദൈവത്തിൻ്റെ അമ്മ പ്രവർത്തിച്ചു. ആ സമയത്തിൻ്റെ അച്ഛൻ പറയാമല്ലോ, സമയത്തിന് വേഗത, അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ അവസാനം 12 മണിക്ക് ജസ്റ്റ് 2-3 സെക്കൻഡ് ഉള്ളപ്പോൾ അഡ്മിഷൻ ക്ലോസായി. എൻ്റെ മോന് അഡ്മിഷൻ കിട്ടി. അവിടെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാം, പ്രാർത്ഥിക്കാം. അവൻ്റെ ഹോസ്റ്റൽ റൂമിലേക്കെല്ലാം അവരുടെ കുരിശിൻ്റെ രൂപമുണ്ട്. ഫാദർ മുള്ളർ കോളേജ് നിങ്ങൾക്കറിയാം, ഒരു ക്രിസ്ത്യൻ കോളേജാണ്. നന്നായിട്ട് പഠിക്കുന്നു. ഇപ്പോൾ 4th ഇയറിലേക്ക് കിടന്നു. എല്ലാ പരീക്ഷയും മാതാവിൻ്റെ പ്രത്യേക അനുഭവത്തിൽ ഇപ്പോൾ അവനും ഉടമ്പടി എടുക്കുന്നു, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു, നന്ദി പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ സാക്ഷ്യം ലേറ്റായിപ്പോയി. ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ലേറ്റായിപ്പോയി ഞാൻ ക്ഷമ ചോദിക്കുന്നു, പരിസരമ്മയോട് സാക്ഷ്യം പറയാണ്. ഈ 2 കാര്യങ്ങൾ. 3-മത്തെ കാര്യം, ഞാൻ എൻ്റെ ദുബായിൽ ജോലി കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയില്ലാതിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഫീസൊക്കെ അടച്ചു വിട്ടിട്ടുണ്ട്. എനിക്ക് ഈശോയുടെയും അമ്മയോടും പറഞ്ഞു, ഒരു പൈസ പോലും ലോൺ എടുക്കാതെ, കടമെടുക്കാതെ, ആരോടും ചോദിക്കാതെ ഇതിൻ്റെ ഫീസ് കൊടുക്കാൻ സാധിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഫീസും ദൈവം എനിക്ക് ഒരുക്കി തന്നു. എനിക്കവിടെ സൗദിയിൽ ജോലി, ബഹ്റിനിലാണ് എൻ്റെ വിസ. ഞങ്ങൾ വിസിറ്റിൽ പോയിട്ട് അവിടെ ജോലി അവിടെ അങ്ങനെ സെറ്റിൽ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഉപ്പും ഉടമ്പടിക്കായിട്ട് ഞാൻ പോയി ജോലി ജോയിൻ ചെയ്തു. അങ്ങനെ മാസം കിട്ടി. ഇടയ്ക്ക് സാലറിയൊക്കെ ഡിലേ ആകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കമ്പനി കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു ദിവസം സൗദി അറേബ്യയിലെ നമ്മുടെ അച്ഛനുണ്ട്, നമ്മുടെ ഒളിച്ച് താമസിച്ച് കുർബാന ചെല്ലും. അപ്പോൾ അവിടെ കോബാറിലാണ് ഞാൻ താമസിക്കുന്നത്. അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ ഓഫീസിൽ ഒന്ന് വന്ന് വെഞ്ചിരിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് സീക്രട്ടായിട്ട് വന്ന് വെഞ്ചിരിക്കാം. അപ്പം ഞാൻ ഈ ഉപ്പും ഈ തൈലമൊക്കെ എടുത്ത് ഒരിക്കൽ
അവിടെ ഓഫീസിൽ പോയി പ്രാർത്ഥിച്ച് ഓരോ മൂലൊക്കെ ഇടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഓഫീസിൽ നന്നായിട്ടൊരു പ്രോജക്റ്റ് കിട്ടി, ഞങ്ങളുടെ ശമ്പളം കറക്റ്റാണെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അങ്ങനെ അച്ഛൻ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ എൻ്റെ കൂടെ വന്ന് വെഞ്ചിരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ വെഞ്ചിരിപ്പും ഉപ്പും ഇട്ടും കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ പാർട്ട്നേഴ്സ് തമ്മിൽ അടിയായി. കമ്പനി എന്നെ പറഞ്ഞു വിട്ടു, ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നു, നീ വെഞ്ചിരിച്ചതുകൊണ്ടാണ് സംഭവിച്ചത്, ഞാൻ ഉപ്പിട്ടതുകൊണ്ടാണ് എൻ്റെ ജോലി പോയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു, ഒരാഴ്ചക്കുള്ളിൽ ഒരു ജോലി ശരിയായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ എന്നെ അവിടെ നിന്ന് വിളിച്ച് വേറൊരു ജോലിക്ക്, എൻ്റെ ദുബായിൽ കിട്ടിയ ശമ്പളം തന്നെ ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ജോലി കിട്ടി. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയില്ല, എന്നെ എന്തിനാണ് അവിടെ ജോലി കളഞ്ഞതെന്ന് നിങ്ങളറിയണം. കാരണം ഈ ഉപ്പിട്ടപ്പോഴേക്ക് എൻ്റെ ജോലി കളഞ്ഞ് ഞാൻ 23 വർഷമായിട്ട് ദുബായിലായിരിക്കും ഒരു കുർബാന പോലും മുടക്കാതെ പോകുമായിരുന്നു. ഇവിടെ സൗദിയിൽ വന്നിട്ട് കുർബാന എനിക്ക് ആഴ്ചയിലേ കിട്ടുള്ളായിരുന്നു. ദമാമിലാണ് ഞങ്ങളുടെ പള്ളിമേടെ SMCയുടെ ആണ്, സീറോ മലബാറിൻ്റെ ആണ്. അപ്പോൾ എല്ലായിടത്തും കുർബാനയുണ്ട്. പക്ഷേ എനിക്ക് ദമാമിൽ പോയിട്ട് വരണമെങ്കിൽ 10-28 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകണം. അത് ആഴ്ചയിലേയും പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം ഉള്ളിൽ എപ്പോഴും ഈശോയുടെ കുർബാന ഞാൻ മുടക്കാറില്ല. അങ്ങനെ എനിക്ക് ഈശോ വെളിപ്പെടുത്തി തന്ന്, നിൻ്റെ ജോലി കളഞ്ഞതും നിന്നെ ദമാമിലേക്ക് റീസ്റ്റേറ്റ് ചെയ്യാനായിട്ടുമാണ് എൻ്റെ ജോലി കളഞ്ഞ് നല്ല ശമ്പളത്തോടെ ഈശോയുടെ ദിവ്യ കുർബാന എല്ലാ ദിവസവും പള്ളിമേടയിലെ താക്കോൽ എനിക്ക് അച്ഛൻ തന്നിട്ടുണ്ട്. എപ്പോൾ വരാനും രാവിലെ വന്ന് 6 മണിക്ക് തുടങ്ങും കുർബാന, ആരാധനയുടെ കൂടും. ഞാൻ ഇന്നും അത് മുടക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ ദൈവം പരിശുദ്ധ അമ്മ ഒരു അനുഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട്. ആ അനുഗ്രഹം നമ്മൾ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലോ ചിന്തയിലോ ഒരു പോറിൽ പോലും ഒരു വാക്കുപോലും ദൈവത്തിനെതിരായി നിങ്ങളും ആരും സംസാരിക്കരുത്. വെയിറ്റ് ആൻഡ് സീ, ഈശോയുടെ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പിന്നീട് എന്നോട് പലരും പറയുന്നത്, എന്തിനാണ് ഈശോയോട് പ്രാർത്ഥിച്ചാൽ പോരെ? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഈശോ അമ്മ എന്നെ പഠിപ്പിച്ച ഈ ധ്യാനത്തിൽ ഉടമ്പടിയുടെ എന്നോട് കടന്നു പോയപ്പോഴേക്കും വെളിപ്പെടുത്തി തന്നത് വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം അധ്യായത്തിൽ 12-ാം വാക്യം പറയുന്നുണ്ട്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഈ കഴിവ് നൽകിയ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തരും കഴിവ് തന്നിട്ടുണ്ട് ദൈവമക്കളാകാൻ, അല്ലേ? ബാപ്റ്റിസ്റ്റിലൂടെ ആയിരിക്കാം, ഉടമ്പടിയുടെ ആയിരിക്കാം. അതിനുശേഷം ഈ കഴിവ് നിങ്ങൾ എന്തുമാത്രം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഡോക്ടറായി കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ മകൻ എന്ന 100% എന്നുള്ള പൂർണ്ണതയിലേക്ക് വളരാൻ എന്നെ എന്തുമാത്രം വളർത്തിയിട്ടുണ്ട്. ഈശോ അമ്മ പറഞ്ഞു, 2-ാം അധ്യായം യോഹന്നാൻ്റെ 5-ാം വാക്യം പറയുന്നുണ്ട്, അവൻ നിങ്ങളോട് പറയുന്നത് ജീവൻ. അവൻ നിങ്ങളോട് എന്താ പറയുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളുടെ ശരീരം വിശുദ്ധവും സജീവ ബലിയായി എനിക്ക് ആരാധനയായിട്ട് സമർപ്പിക്കണം. നിങ്ങൾ ഓരോ ദിവസവും അമ്മ എന്നോട് പറയുന്നു, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ മൊബൈൽ നോക്കുമ്പോഴേക്കും ഒരു ചീത്ത ഫോട്ടോ അല്ലെങ്കിൽ ഒറ്റക്കായിരിക്കുമ്പോൾ കാണുമ്പോൾ അവിടെ ആരാധന നടക്കണേണ്. അപ്പോൾ ഈശോ പറയും, നിങ്ങളുടെ കണ്ണുകൾ എനിക്ക് ഇപ്പോൾ സജീവ ബലിയായി സമർപ്പിക്കുവൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് സാത്താന് കൊടുക്കാം, നിങ്ങൾക്ക് ആ ഫോട്ടോ വേണമെങ്കിൽ കാണാം, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പക്ഷേ അവിടെയാണ് ആരാധന. ഈ ആരാധന നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഉടമ്പടി എടുത്തിട്ട് പോകുമ്പോൾ നമ്മളിതിൽ പ്രതിബദ്ധതയാണ്. ഈ ആരാധന ഓരോ നിമിഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ അല്ല എൻ്റെ ഭാര്യ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ നാക്ക് ചൊറിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് പറയാം, എൻ്റെ നാവിനെ ഞാൻ സജീവ ബലിയായി ഈശോക്ക് സമർപ്പിക്കുന്നു, എൻ്റെ ഈശോക്കെതിരായി ഞാൻ സമർപ്പിക്കുന്നു. ഒരു വാക്ക് പോലും പറയാതെ അവിടെയാണ് ആരാധന നടക്കുന്നത്. അതാണ് യഥാർത്ഥ ആരാധന. ഈശോ പറഞ്ഞു, ഈശോയെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ അമ്മയെ സ്വീകരിക്കണം, ഈശോയുടെ വിശുദ്ധന്മാരെ സ്വീകരിക്കണം, ഈശോയുടെ കൂടെ സംസാരിക്കുന്ന അച്ഛന്മാരെ, വിശുദ്ധരെ അച്ഛനെ നമ്മൾ സംസാരിക്കണം. നമ്മുടെ ജോസഫിനെതിരായിട്ട് ട്രോളേക്ക് വരുമ്പോൾ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഈശോ പറയുന്ന ആരായാലും നമ്മൾ സ്വീകരിക്കണം. അവിടെയാണ് പൂർണ്ണ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ജീവൻ്റെ വൃക്ഷമാണ്. ഈശോൻ്റെ ജീവൻ്റെ വൃക്ഷമാണെങ്കിൽ അതിൻ്റെ മരകളും ചില്ലകളും ബ്രാഞ്ചസ് എല്ലാം ഈശോയുടെയാണ്. ഈശോയുടെ അമ്മയെ ഉയർത്തിയത് സഭയല്ല,
ഈശോ തന്നെയാണ്. ഏറ്റവും ആദ്യം വചനം സ്വീകരിക്കുകയും അത് നടപ്പിലാക്കിയതും പൂർണ്ണമായി വിശ്വസിച്ചതും ഈശോയുടെ അമ്മയാണ്. ആ ഈശോയുടെ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈശോ നീ എന്തു പറയുന്നതോ അതുപോലെ ചെയ്യാൻ മാത്രമാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇന്ന് പ്രീച്ചിങ്ങിന് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രീച്ചിങ് മുടങ്ങി കിടക്കടെ ഞാൻ വചന ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ദുബായിന് ശേഷം ഞാൻ അവിടെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് ഈശോ അതിനുവേണ്ടി എൻ്റെ ജോലി കളഞ്ഞ് ദമാമിലേക്ക് വന്നപ്പോഴേക്കും എനിക്ക് ആ ഗ്രൂപ്പിൽ പങ്കുവെക്കാൻ, ഈശോയുടെ വചനം പങ്കുവെക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അപ്പോൾ ഞാൻ ഈശോയുടെ അമ്മയെ സ്വീകരിക്കുമ്പോഴേക്കും ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത്. വചനത്തെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ അമ്മയെ സ്വീകരിക്കുന്നു, കത്തോലിക്ക സഭയുടെ വിശുദ്ധന്മാരെ സ്വീകരിക്കുന്നു, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന കൗദാശിക ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരെ സ്വീകരിക്കുന്നു. അങ്ങനെ അപ്പോഴാണ് അതിൽ പൂർണ്ണതയുള്ളത്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ നമ്മൾ ഓരോരുത്തരും അമ്മയെയും വിശുദ്ധന്മാരെയും വണങ്ങുകയും സ്തുതിക്കുകയും ഈശോ പറയുന്ന അനുസരിച്ച് നമ്മൾ ആരാധന നടത്തുകയും ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണതയുണ്ടെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞു, ഈശോയെ സ്വീകരിക്കുമ്പോൾ എൻ്റെ അമ്മയോടും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഉടമ്പടിയോടെ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഈശോ എന്നോട് കാണിച്ച ആ കാര്യം തിരിച്ചും ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. എല്ലാ മാസവും എൻ്റെ വൈഫ് ഓരോ ദിവസവും ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങി ഓഫനേജ് കൊടുക്കുന്നുണ്ട്, നേവൽ ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അതെല്ലാം ചെയ്യുന്നത്. അത് ഞാനത് മിടുക്കായിട്ട് പറയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒറീസയിൽ പോയിട്ട് നമ്മുടെ മദർ തെരേസയിലൂടെ കുഷ്ഠരോഗികളെ ഞാൻ സഹായിക്കാൻ അവരെ കുളിപ്പിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് തൊടാനൊരു പേടിയായിരുന്നു. അപ്പോൾ ഈശോ എന്നെ വെളിപ്പെടുത്തി തരുന്നൊരു വചനം എൻ്റെ ഈശോ സ്പർശിച്ചാണ് ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഞാൻ വായിച്ചൊരു ബുക്കിൻ്റെ എനിക്ക് തൊടാൻ പേടിയായപ്പോഴേക്കും ഈശോ ഫുൾട്ടൻഷിന് ഒരിക്കൽ അമ്മയുടെ മെഡൽ കൊടുക്കാനായിട്ട് കുഷ്ഠരോഗിയിൽ കൊടുക്കുമ്പോഴേക്കും കുഷ്ഠരോഗിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയെന്ന് തൊട്ട് കൊടുത്തില്ല. ആ പഴപ്പിലേക്കാണ് ആ മെഡൽ, ഈശോയുടെ അമ്മയുടെ മെഡൽ പോയപ്പോഴേക്കും അപ്പോൾ ഈശോ ഫുൾട്ടൻഷിനോട് പറഞ്ഞു, നീയും ഒരു കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഫുൾട്ടൻഷിൻ ആ കുഷ്ഠരോഗിയുടെ കയ്യിൽ നിന്ന് ആ മെഡലെടുത്ത് കൈ വിരിച്ച് ആ കയ്യിലേക്ക് വെച്ച് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്നെ ഈശോ ഓർപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഒരിക്കലും ഒരു കുഷ്ഠരോഗിയെ മാറ്റി നിർത്തി ശുശ്രൂഷ ചെയ്യുമ്പോഴേക്കും അങ്ങനെ ദൈവം ഓരോ ദിവസവും ആത്മീയ വളർച്ചയിലേക്ക് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിഷൻ ഞാനിവിടെ നിന്ന് മരിക്കുമ്പോൾ തിരിച്ച് ഈശോയുടെ തിരുമുഖം കാണാൻ എന്നെ പൂർണ്ണനാക്കാൻ അവിടുന്ന് ഒരുക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ഈ സാക്ഷ്യം ഞങ്ങളും കുടുംബവും ഈശോയുടെ അമ്മയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിനും കർത്താവായ യേശുവിനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.